പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സമാപിച്ചത്. തൃണമൂൽ കോൺഗ്രസ് ബി.ജെ.പി. പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷങ്ങൾക്കിടയിലും മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. വോട്ടെടുപ്പ് സമയം അവസാനിക്കുന്നതിന് മുൻപ് പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിയ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ അനുമതി നൽകി. മൂർഷിദാബാദിൽ ഹുമയൂൺ കബീറിന്റെ എ.ജെ.യു.പി. പ്രവർത്തകരും തൃണമൂൽ അംഗങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ ദക്ഷിൺ ദിനാജ്പൂർ ജില്ലയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി ആക്രമിക്കപ്പെട്ടതായും പരാതിയുണ്ട്. ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മിക്ക ബൂത്തുകളിലും നീണ്ട നിര ദൃശ്യമായിരുന്നു. 3.6 കോടിയോളം വോട്ടർമാരുള്ള സംസ്ഥാനത്ത് വൈകിട്ട് 7 മണിവരെയുള്ള കണക്കനുസരിച്ച് 91.35% പോളിംഗ് രേഖപ്പെടുത്തി. അതേസമയം ഏകദേശം 5.67 കോടി വോട്ടർമാരുള്ള തമിഴ്നാട്ടിൽ സുഗമമായ വോട്ടെടുപ്പാണ് നടന്നത്. വൈകിട്ട് 7 മണിവരെയുള്ള കണക്കനുസരിച്ച് 84.6% പോളിംഗ് രേഖപ്പെടുത്തി. ഭരണകക്ഷിയായ DMK, AIDMK, BJP നേതൃത്വത്തിലുള്ള NDA സഖ്യം, നടൻ വിജയുടെ TVK എന്നിവർ തമ്മിലുള്ള ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഈ ഒറ്റഘട്ട തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ ശക്തമായ പങ്കാളിത്തമാണ് ഇവിടെ പ്രകടമായത്. മൂർഷിദാബാദിൽ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസിനും കേന്ദ്രസേനയ്ക്കും ലാത്തി ചാർജ് നടത്തേണ്ടി വന്നു. ഇവിടെ സംഘർഷമുണ്ടായിരുന്നു. അക്രമത്തിനിടെ നിരവധി വാഹനങ്ങൾ തകർക്കപ്പെട്ടു. വോട്ട് ചെയ്യാനെത്തിയ ഹുമയൂൺ കബീറിന് നേരെ തൃണമൂൽ പ്രവർത്തകർ ഗോബാക്ക് വിളികളുമായി പ്രതിഷേധിക്കുകയും അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം തടയുകയും ചെയ്തു. കുമാർഗഞ്ച് അസംബ്ലി മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി സുവേന്ദു സർക്കാരിനെതിരെ തൃണമൂൽ പ്രവർത്തകർ മർദ്ദിച്ചതായി ആരോപണമുണ്ട്. ബൂത്ത് ജാമിംഗ് നടക്കുന്നു എന്ന പരാതിയുമായി എത്തിയപ്പോഴായിരുന്നു ആക്രമണം. മറ്റൊരു ബൂത്തിൽ EVMലെ BJPയുടെ താമര ചിഹ്നത്തിൽ മഷി പുരട്ടിയ നിലയിൽ കണ്ടെത്തിയത് വോട്ടെടുപ്പ് തടസ്സപ്പെടുത്തി. ഉദ്യോഗസ്ഥർ മഷി നീക്കം ചെയ്ത ശേഷമാണ് വോട്ടെടുപ്പ് പുനരാരംഭിച്ചത്. പൂർബ മോദിനിപൂരിൽ BJP പ്രവർത്തകർ തൃണമൂൽ സ്ഥാനാർത്ഥിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചത് സംഘർഷത്തിന് കാരണമാവുകയും വോട്ടർമാർക്കിടയിൽ പരിഭ്രാന്തി പരത്തുകയും ചെയ്തു. രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്ന നാദിയയിലെ റാലിയിൽ സംസാരിക്കവേ ഉയർന്ന പോളിംഗ് BJPയുടെ നിർണായക വിജയത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തൃണമൂലിന്റെ 15 വർഷത്തെ ജംഗിൾ രാജ് ഇനി അവസാനിക്കും. പലയിടത്തും അരാജകത്വവും ഗുണ്ടായസവുമാണ് നിലനിന്നിരുന്നത്. ബംഗാളിന്റെ മണ്ണിൽ ജനാധിപത്യത്തിന്റെ അന്തസ്സ് വീണ്ടെടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഞാൻ അഭിനന്ദിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. ബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസും നരേന്ദ്രമോദിയും അമിത്ഷായും നയിക്കുന്ന BJPയും തമ്മിലാണ് നേരിട്ടുള്ള പോരാട്ടം. അഴിമതി, ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം, ഭരണപരാജയം എന്നിവയ്ക്കൊപ്പം ഹിന്ദുത്വ സന്ദേശങ്ങളും ചേർത്തുള്ള തീവ്ര പ്രചരണമാണ് BJP നടത്തുന്നത്. സംസ്ഥാനത്തെ വിവാദപരമായ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ വിഷയത്തിൽ BJPയെ പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞത് തൃണമൂലിന് മുൻതൂക്കം നൽകുന്നു.